Hi all. Today we are discussing about the paper Principles and Practices of Silviculture. So the first module is Principles of Silviculture. At first, you have to know what is silviculture. The name comes from the Latin word silvi, means forest, and culture is growing. Simply, it is the growing of a forest. And silviculture is defined by various authors. According to Tommy and Koshian, silviculture is that branch of forestry which deals with the establishment, development, care and reproduction of stands of timber. An Indian forest and forest products terminology published by FRI and College defined silviculture as the art and science of cultivating forest crops. And according to Champion and Seth, the term silviculture commonly refers only to certain aspects of theory and practice of raising forest crops. Generally, it may be defined as art and science of growing and reproducing timber stands on permanent or regular basis. സിൽവിക്കൾച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മളൊരു ഫോറസ്റ്റ് അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ ഫോറസ്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. അതായത് നാച്ചുറൽ ഫോറസ്റ്റും ഇങ്ങനൊരു ഫോറസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു പർപ്പസിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഫോറസ്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. അതായത് നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ടുള്ള സ്പീഷീസ് ആവാം, അല്ലെങ്കിൽ അതായത് ഒരു ബെറ്റർ ക്വാളിറ്റി ഉള്ള സ്പീഷീസ് നമുക്ക് ജനറേറ്റ് ചെയ്യാം. ഡിഫറെൻറ്റ് സിൽവിക്കൾച്ചർ ഓപ്പറേഷൻസ് വഴി നമുക്ക് ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഫോറസ്റ്റ്, അത് ഷോർട്ട് ടൈമിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ക്വാളിറ്റി ഉള്ള എന്താണോ ഏത് ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്യാനുള്ള പ്രൊഡക്റ്റ് ആണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ സിൽവിക്കൾച്ചർ എന്ന് വെച്ചാൽ. Next, Silvics. Silvics is the study of life history and general characteristics of forest trees and crops with particular reference to environmental factors as the basis for the practice of silviculture. The knowledge gathered in Silvics is applied to the production and care of forest crops. Thus, the practice of silviculture is applied Silvics. അതായത് സിൽവിക്സ് എന്ന് പറയുന്നത് ഈ സിൽവിക്കൾച്ചറിൻ്റെ ആപ്ലിക്കേഷനാണ് സിൽവിക്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു തിയറിയാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. സിൽവിക്സ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഈ ഫോറസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു ട്രീ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലൈഫ് ഹിസ്റ്ററിയും അത് എങ്ങനെ എൻവയോൺമെൻ്റലി റിലേറ്റഡ് ആണ് ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. അതാണ് സിൽവിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ബെസ്റ്റ് സിൽവിക്കൾച്ചറൽ ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലാന്റ് എങ്ങനെയാണോ അതിൻ്റെ സീഡ് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. സീഡ്ലിങ് ഉണ്ടാകുന്നതിന് മുമ്പ് സീഡ് വയബിൾ സീഡാണ്, എത്ര വയബിലിറ്റി കൂടുതലും കുറവുള്ള സീഡാണ്. അപ്പോൾ വയബിലിറ്റി കൂടുതൽ സീഡ് നമ്മൾ എടുക്കുന്നു. അതിന് സീഡ്ലിങ് എങ്ങനെയാണ് അതിൻ്റെ ജെർമിനേഷൻ കപ്പാസിറ്റി, അതുപോലെ സീഡ്ലിങ് ആയി സാപ്ലിങ്, അങ്ങനെ ഓരോ സ്റ്റേജ്. അതിൽ നമ്മൾ വീഡ് റിമൂവൽ ചെയ്യുന്നു. അങ്ങനെയാണ് പെസ്റ്റ് അറ്റാക്ക് ഉണ്ടാവുന്ന സ്പീഷീസ് ആണോ കൂടുതലും, അതിന് ഏതൊക്കെ പാത്തോജൻസ് ആണ് അറ്റാക്ക് ചെയ്യുന്നത്, അങ്ങനെ തുടങ്ങി ലാസ്റ്റ് ഹാർവെസ്റ്റിംഗ് ടൈം എത്ര നാൾ അതിൻ്റെ ലൈഫ് ഉണ്ടാവും, അതായത് നമ്മൾ എത്ര വർഷം കഴിയുമ്പോൾ ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ തൊട്ട് എൻവയോൺമെൻ്റലായിട്ട് നമ്മൾ എങ്ങനെ ആ സ്പീഷീസ് റിലേറ്റഡ് ആണ്. ഇപ്പോൾ ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ആയ സോയിൽ, ഏത് തരം സോയിൽ ഗ്രോ ചെയ്താൽ ബെറ്റർ ആയിരിക്കും, അങ്ങനെ ഓരോ കാര്യങ്ങളും, അത് ഈച്ച് ആൻഡ് എവറിതിങ് യു ഹാവ് ടു നോ അബൌട്ട് എ സ്പീഷീസ്. അതാണ് ഈ സിൽവിക്സിൽ പറയുന്നത്. Why should we study or practicing silviculture? The object of study of
silviculture or practicing silviculture is to produce more useful and valuable forest outcome to meet our multiple requirements. That also nature would do, and that we also doing in a shorter time. And here a forester is creating a forest, not a jungle. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫോറസ്റ്റും ജംഗിളും തമ്മിൽ ഡിഫറെൻ്റ് ആണല്ലോ. അപ്പം നമ്മുടെ ഒബ്ജക്റ്റീവിനനുസരിച്ച് ഉണ്ടാക്കുന്ന ഒരു ഫോറസ്റ്റ് ആണ് ഇത്. ഇതാണ് ഈ ഒരു ഇമേജിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് റീജനറേഷൻ എങ്ങനെയാണ് നാച്ചുറൽ ഓർ ആർട്ടിഫിഷ്യൽ റീജനറേഷനിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. സ്റ്റാൻഡ് ടെൻഡിങ്, അതിലിപ്പോൾ നമ്മൾ ഒരു സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് കുറേ ഓപ്പറേഷൻസ്, അതിനെയാണ് പറയുന്നത് ടെൻഡിങ് ഓപ്പറേഷൻസ്. സിൽവികൾച്ചറൽ ഓപ്പറേഷനാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് സ്റ്റാൻഡ് ടെൻഡിങ്. നമ്മൾ ഡിസീസിനായാലും അങ്ങനെ ഓരോന്നിനും ടെൻഡിങ് ഓപ്പറേഷൻസ് ചെയ്തു കൊടുക്കും. പ്രൂണിങ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ബെറ്റർ ഗ്രോത്ത്. അതിപ്പോൾ ഏത് സ്പീഷീസാണ്, എന്തിനാണ് നമ്മൾ അതിൻ്റെ ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്യുന്നതിനനുസരിച്ചുള്ള ഓപ്പറേഷൻസ് ആയിരിക്കും നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. ഇപ്പോൾ ടിമ്പർ വാല്യൂ ഉള്ള ഒരു സ്പീഷീസ് ആണെങ്കിൽ നമ്മൾ ആ ടിമ്പർ ഗുഡ് ക്വാളിറ്റി ഉള്ളതാവാനുള്ള ട്രീറ്റ്മെൻറ്റ്സ് ആയിരിക്കും ചെയ്യുക. അങ്ങനെ ഓരോ ആവശ്യങ്ങൾ എന്താണ് അതിനനുസരിച്ചുള്ള ടെൻഡിങ് ഓപ്പറേഷൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. ദെൻ ഹാർവെസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ആവശ്യം ആ ടൈം ആകുമ്പോഴത്തേക്കും അതിൻ്റെ റൊട്ടേഷൻ ഏജ് കഴിയുമ്പോഴത്തേക്കും അത് റിമൂവ് ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നു. ഈ ഒരു സൈക്കിളാണ് സിൽവികൾച്ചറൽ സൈക്കിളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. Then, what are the objective of silviculture? There are mainly 7 fixed objectives of silviculture. First one is production of species of economic value. That is, in a pure forest or natural forest, there may be inferior quality trees. So, production of timber of species of economic value per unit area will be very less. If you are producing timber for industrial purpose, silviculture will help to produce more timber of only the desired species. അതായത് ഈ ഒരു ഒബ്ജക്റ്റീവ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു നാച്ചുറൽ ഫോറസ്റ്റിൽ പലതരത്തിലുള്ള ക്വാളിറ്റിയുള്ള ട്രീസ് ഉണ്ടാവാം. അത് ഇൻഫീരിയർ ഡിസീസ്ഡ് ആയിട്ടുള്ളതും അങ്ങനെ. ഇപ്പം നമ്മളൊരു ടിമ്പർ ഇൻഡസ്ട്രിയിലേക്കാണ് ഈ ഒരു ഇത് ആവശ്യം എങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, നല്ല ക്വാളിറ്റിയുള്ള ടിമ്പർ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെൻഡിങ് ഓപ്പറേഷൻ അല്ലെ സിൽവികൾച്ചറൽ ഓപ്പറേഷൻസ് ആയിരിക്കും ചെയ്യുക. അതാണ് സിൽവികൾച്ചർ കൊണ്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഒരു യൂസ് എന്ന് പറയുന്നത്. ഇറ്റ് വിൽ ഹെൽപ്പ് ടു പ്രൊഡ്യൂസ് മോർ timber of the only desired species. Second objective, production of larger volume per unit area. അതായത് നേരത്തെ പറഞ്ഞ നമ്മൾ ആദ്യം പറഞ്ഞ ഒബ്ജക്റ്റീവ് പോലെ തന്നെ ഒരു നാച്ചുറൽ ഫോറസ്റ്റിൽ ഒരുപാട് ഇൻഫീരിയർ ക്വാളിറ്റിയുള്ള ട്രീസ് ഉണ്ടാവാം. അതേ കണക്ക് ഡിസീസ്ഡ് ആയിട്ടുള്ള ട്രീസ് ഉണ്ടാവാം. പിന്നെ കോമ്പറ്റീഷൻ ഉണ്ടാവാം. ഇപ്പോൾ ഒരു നല്ലൊരു തിക്ക് ഫോറസ്റ്റ് ആണെങ്കിൽ ഇൻഡിവിജ്വൽസിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അവരുടെ കോമ്പറ്റീഷൻ കൂടും. അപ്പോൾ ചില ട്രീസ് മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുന്നതിന് മുമ്പ് റിമൂവ് ചെയ്യേണ്ടി വരും, അതായത് ഡെത്തായി കഴിഞ്ഞിട്ടുണ്ടാവും. ഇങ്ങനെ ആകുമ്പോൾ എന്താ സംഭവിക്കുക, പ്രൊഡക്ഷൻ ഓഫ് വോളിയം പെർ യൂണിറ്റ് ഏരിയ കുറവായിരിക്കും. അപ്പോൾ ബെസ്റ്റ് സിൽവികൾച്ചറൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ മാക്സിമം വോളിയം കിട്ടും. ഏതാണോ നമ്മുടെ ഡിസൈഡ് ടിമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ബെറ്റർ ആയിട്ടുള്ള വോളിയം അറ്റൈൻ ചെയ്യാൻ സിൽവികൾച്ചർ ഹെൽപ്പ് ചെയ്യും. ദ തേർഡ് വൺ, പ്രൊഡക്ഷൻ ഓഫ് ക്വാളിറ്റി ടിമ്പർ. സെയിം നമ്മൾ ഏരിയയും അതായത് അതിൻ്റെ
വോളിയം ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ തന്നെ ബെറ്റർ ക്വാളിറ്റി ഉള്ളതും കൂടി ആയിരിക്കണം. ഡിസീസ്ഡ് ഫ്രീ ആയിരിക്കണം നമ്മുടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടിമ്പർ. ഫോർത്ത് വൺ, റിഡക്ഷൻ ഓഫ് റൊട്ടേഷൻ. റൊട്ടേഷൻ ഏജ് എന്ന് പറയുന്നത് ഒരു ട്രീയുടെ ഫോർമേഷൻ മുതൽ ഫൈനൽ ഫെല്ലിങ്ങിൻ്റെ ഇടയിൽ എല്ലാ ഒരു ടൈം പീരീഡാണ് പറയുന്നത്. അതായത് ഹാർവെസ്റ്റ് ചെയ്യുന്നവരെയുള്ള ഒരു ടൈം പീരീഡ്, ഒരു ഏജ്. അപ്പം അത് കുറവാണ്, ഷോർട്ട് ടൈമിലാണ് ഇപ്പം നമ്മൾ സിൽവിക്കൾച്ചർ എന്ന് പറയുന്നത്. ബെസ്റ്റ് സിൽവിക്കൾച്ചർ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റൊട്ടേഷൻ ഏജ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ മിക്കവാറും ചില ട്രീസ്, സ്ലോ ഗ്രോയിങ് ആയിട്ടുള്ള ട്രീസിൻ്റെ റൊട്ടേഷൻ ഏജ് വളരെ കൂടുതലായിരിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും അതിനനുസരിച്ച് കൂടും. നമ്മളൊരു എക്കണോമിക് പർപ്പസിന് വേണ്ടിയാണ് പറയുന്നത്. അങ്ങനെ ഒരു തരത്തിൽ നമുക്ക് എന്താണ് വേണ്ടത്, ഏറ്റവും കുറഞ്ഞ ടൈമിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ക്വാളിറ്റി ആയിട്ടുള്ള ടിമ്പർ മാക്സിമം വോളിയം പെർ യൂണിറ്റ് ഏരിയയിൽ പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ബെറ്റർ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ടിമ്പർ ഈ ഒരു ഷോർട്ട് ടൈമിൽ കിട്ടാൻ വേണ്ടി ഇത് സിൽവിക്കൾച്ചർ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. നെക്സ്റ്റ്, റേസിംഗ് ഫോറസ്റ്റ് ഇൻ ബ്ലാങ്ക് ഏരിയാസ്. ഇപ്പോൾ ചില ഏരിയാസിൽ ട്രീ ഗ്രോത്ത് സൂട്ടബിൾ ആയിട്ടുള്ള ചില ഏരിയ ബ്ലാങ്ക് ആയിട്ടുണ്ടാവും നമ്മുടെ. അപ്പോൾ അങ്ങനെയുള്ളൊരു ഏരിയയിൽ നമുക്ക് സിൽവിക്കൾച്ചർ പ്രാക്ടീസസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫോറസ്റ്റ് ഉണ്ടാക്കി എടുക്കാം. അതായത് ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് എക്കണോമിക് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ കാര്യങ്ങളാണ്. സിൽവിക്കൾച്ചറിന് എങ്ങനെയൊക്കെ എക്കണോമിക്കലി നമുക്ക് സൂട്ടബിളായി എടുക്കുക എന്നുള്ളത്. ഇപ്പോൾ പറയുന്നത് ഒരു എഫോറസ്ട്രേഷൻ, അതായത് എക്കോളജിക്കൽ അഡ്വാൻറ്റേജ് ആണ് ഈ പറഞ്ഞ റേസിംഗ് ഫോറസ്റ്റ് ബ്ലാങ്ക് ഏരിയാസ്. നെക്സ്റ്റ്, ക്രിയേഷൻ ഓഫ് മാൻമെയ്ഡ് ഫോറസ്റ്റ് ഇൻ പ്ലേസ് ഓഫ് നാച്ചുറൽ ഫോറസ്റ്റ്. ഇതും അതുപോലെ തന്നെ ചില ക്രോപ്പ് നാച്ചുറൽ ഫോറസ്റ്റിൽ തന്നെ ചില ക്രോപ്സിൻ്റെ റീജനറേഷൻ വളരെ കുറവായിരിക്കും. അങ്ങനെയുള്ളിടത്ത് നമുക്ക് ആർട്ടിഫിഷ്യൽ റീജനറേഷനിലൂടെ മാൻമെയ്ഡ് ഫോറസ്റ്റ് വഴി ബെറ്റർ ആയിട്ട് ഒരു ഫോറസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ദ ലാസ്റ്റ് വൺ, ഇൻട്രൊഡക്ഷൻ ഓഫ് എക്സോട്ടിക്സ്. അതായത് കൊമേഴ്ഷ്യൽ പർപ്പസിനുള്ള കാര്യമാണ് ഈ പറഞ്ഞത്, ഇൻട്രൊഡക്ഷൻ ഓഫ് എക്സോട്ടിക്സ്. ഇപ്പോൾ നമുക്ക് ഒരു കൊമേഴ്ഷ്യൽ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്രോപ്പ്, അത് ഇൻഡിജീനിയസ് ആയിട്ടുള്ള സ്പീഷീസ് നമുക്ക് ഫാസ്റ്റ് ഗ്രോയിങ് ആയിരിക്കില്ല, അല്ലെങ്കിൽ എല്ലാ സൈറ്റിലും സ്യൂട്ടബിൾ ആയിരിക്കില്ല, ചില സോയിലിൽ മാത്രമേ ഗ്രോ ചെയ്യുള്ളൂ. അങ്ങനെയുള്ള ഒരു കണ്ടീഷൻ വരുമ്പം, അല്ലെങ്കിൽ ഇപ്പം നമുക്ക് എക്സാമ്പിൾ ഒരു പേപ്പർ ഇൻഡസ്ട്രീൻ്റെ കേസിലാണെങ്കിൽ യൂക്കാലിപ്റ്റസ് ഹൈബ്രിഡാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അതാണ് ഏറ്റവും ബെസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്പീഷീസായി പറയുന്നത്. അത് ഒരു എക്സോട്ടിക് ആണ്. അപ്പം അങ്ങനെയുള്ള സ്പീഷീസ് നമുക്ക് എന്താണ് വേണ്ടത്, കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടി ആ ഒരു സ്പീഷീസ് എക്സോട്ടിക് ആണെങ്കിലും അത് കൂടുതലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള 7 ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും വരെ ചെറിയൊരു ക്ലാസ്സേ ഉള്ളൂ, ബാക്കി നമുക്ക് പിന്നീട് നോക്കാം.